ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ ഒന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് പോകണമെന്നൊരാഗ്രഹമേ. അങ്ങനെ ഞങ്ങൾ ഗണപതിയുടെ അമ്പലത്തിൽ പോകാമെന്ന് വെച്ച് കേട്ടോ. ഗണപതിയുടെ അമ്പലം ഇതാണേ. നമ്മുടെ വണ്ടംമേട്ടിലാണ് ഗണപതിയുടെ അമ്പലം ഉള്ളത്. നമ്മുടെ ആ വണ്ടംമേട്ടിലിരിക്കുന്ന ആ വലിയ സ്റ്റാച്ചു ഇല്ലേ, അതിന് അവിടുന്ന് മേളിലോട്ട് കയറി വരണം. നമ്മുടെ പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തിരിക്കുന്ന അമ്പലമേ. ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം കേട്ടോ. അറിയത്തില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതന്നേ ഉള്ളേ. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലം. ഒരു നാട്ടിൻപുറത്തെ അമ്പലത്തിലൊക്കെ പോകുന്ന ഒരു ഫീലാട്ടോ ഇവിടെ വരുമ്പോൾ. അപ്പോൾ രമേശ് ചേട്ടനാണെങ്കിൽ ഒരു തേങ്ങ ഒക്കെ മേടിച്ചുകൊണ്ട് അകത്തോട്ട് പോയിട്ടുണ്ടേ. അപ്പോൾ ഗണപതിക്ക് ഉടയ്ക്കാനായിട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി തൊഴുത് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമുക്കൊരു കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതേ നോക്കി നമുക്ക് ചന്ദനമൊക്കെ തൊടാവേ. അങ്ങനെ ഞങ്ങൾ പ്രസാദം പായസം ഉണ്ടായിരുന്നു, അതും കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. എന്നെ രസമാണെന്നറിയാം അവിടെയൊക്കെ കാണാൻ. മഴയൊക്കെ പെയ്ത് കിടക്കുന്നുണ്ട്, ഭയങ്കര ഭംഗിയാണ് കേട്ടോ. എനിക്കങ്ങ് കൊതിയാണ്, ഭയങ്കര ഇഷ്ടമാണ് അവിടെയൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഇതിന് പുറത്തായിട്ടൊരു ഓഡിറ്റോറിയം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ചുറ്റുപാടും കണ്ടോ എന്നെ രസം. ഓഡിറ്റോറിയം ആണെങ്കിൽ വലുത്, അത്യാവശ്യം ആൾക്കാർ കൊള്ളുന്നിടമാണ്. പിന്നെ ഞങ്ങൾ തിരിച്ച് വന്ന് ഈ ചേച്ചിയുടെ കടയിൽ നിന്ന് ഇത്തിരി ഞാലിപ്പൂവൻ പഴമൊക്കെ മേടിച്ചുകൊണ്ട് തിരിച്ച് ഇറങ്ങി വന്നപ്പോൾ, ഇറങ്ങി വരുന്നതിൻ്റെ അവിടെ നമ്മുടെ ആൽഫ ഷോപ്പ് ഇരിക്കുന്നത്, അതായത് നമ്മുടെ ഗണപതിയുടെ സ്റ്റാച്ചുവിൻ്റെ തൊട്ടടുത്ത്. ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വന്നിട്ടാണ് പോകാറുള്ളത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എനിക്കാണെങ്കിൽ വിശന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു രമേശേട്ടാ എനിക്ക് വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഉഴുന്നുവട വാങ്ങിച്ചു തന്നെ. ഉഴുന്നുവടയും കഴിച്ചു. അപ്പോഴത്തേന് നമ്മുടെ ആൻറ്റി നമുക്ക് ചായയൊക്കെ റെഡിയാക്കി തന്നു കേട്ടോ. മസാല ചായയാണേ. വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് ചായയൊക്കെ കുടിച്ചിട്ട്, എനിക്കിഷ്ടപ്പെട്ടെ. അപ്പം ഞങ്ങൾ രണ്ടുപേരും ചായയൊക്കെ കുടിച്ച് രമേശനാണ് ആൻറ്റിയോട് ഏതാണ്ടൊക്കെ സംസാരിച്ച്, അവർ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മാറ്റർ എടുത്തിട്ട് പിന്നെ അതിനെക്കുറിച്ച് അങ്ങ് സംസാരിക്കും. ഞാൻ അപ്പോഴത്തേക്കിന് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഒരു അമ്മച്ചി അവിടെ നിൽക്കുന്നത്. അമ്മച്ചി കുടയില്ലെന്നൊക്കെ പറഞ്ഞ് ഏതാണ്ടൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട്. ഞാനപ്പോൾ അമ്മച്ചിയോട് പറഞ്ഞു കുടയൊക്കെ എടുത്തുകൊണ്ട് വേണം പുറത്ത് വരുമ്പോൾ വരാൻ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ.